സിൽക്കി ഗോൾഡിലെ സിംഗിൾ ഓൺഷിപ്പ് കിടക്കുന്ന 1,76,000 കിലോമീറ്റർ മാത്രം ഓടിയ ഒരു അതർ സ്റ്റേറ്റ് വാഹനം വന്ന അതേ കണ്ടീഷനിലാണ് കേട്ടോ. ഒരു 90% കമ്പനി പെയിൻറ്റ് വരുന്ന വാഹനമാണ്. ഫ്രണ്ട് ഗ്ലാസ് വരെ റീപ്ലേസ് ഇല്ല. ഒരു 1,50,000 ലക്ഷം എക്സ്ട്രാ ഫിറ്റിങ്സും ഈ വാഹനത്തുമ്പോൾ ചെയ്തിട്ടുണ്ട്. ഇൻറ്റീരിയർ ഭാഗത്തൊക്കെ ഒരു താജ്മഹൽ പണിതൊരു വാഹനം തന്നെ ഇട്ടത്. ഇൻറ്റീരിയർ ഭാഗത്ത് ഒരുപാട് ഫിറ്റിങ്സ് ചെയ്തിട്ടുണ്ട്. എക്സ്ട്രാ അലോയ്സ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. സിൽക്കി ഗോൾഡാണ്. സിൽക്കി ഗോൾഡിൽ ഒരുപാട് എൻക്വയറീസ് നമുക്ക് വരാറുണ്ട്. 2015 മോഡൽ സിംഗിൾ ഓൺഷിപ്പ് കിടക്കുന്ന വാഹനമാണ്. 1,76,000 കിലോമീറ്റർ കറക്റ്റ് കമ്പനി ഹിസ്റ്ററിയുള്ള വാഹനമാണ് കേട്ടോ. മേജറായിട്ടുള്ള ഒരു ആക്സിഡൻറ്റ് ഹിസ്റ്ററി കാര്യങ്ങളൊന്നും കാണിക്കാൻ കഴിയില്ല എന്നല്ല, നമുക്ക് 100% ഗ്യാരണ്ടി കൊടുക്കാം. അതേപോലെ മെക്കാനിക്കൽ സൈഡ് നമുക്ക് ഗ്യാരണ്ടി കൊടുക്കാം. ഈ ഒരു കണ്ടീഷനിൽ വേണ്ടവർക്ക് ഈ ഒരു കണ്ടീഷനിൽ കൊടുക്കാം. വന്ന അതേ കണ്ടീഷനിൽ ഇന്നലെ സ്റ്റോക്ക് കയറിയ വാഹനമാണ്. ഇത്ര കണ്ടീഷനിലൊക്കെ അതർ സ്റ്റേറ്റ് വാഹനങ്ങൾ വരുന്നത് വളരെ ചുരുക്കമായിരിക്കും. ഒരുപാട് വാഹനങ്ങൾ ഓൾറെഡി വന്നിട്ടുണ്ട്. അതൊന്നും വീഡിയോ ചെയ്യുന്നതിന് മുന്നേ തന്നെ നമുക്ക് ടോക്കനായി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോൾ മേജറായിട്ടുള്ള ഒരു സ്ക്രാച്ചസ് കാര്യങ്ങളൊന്നുമില്ല. ഈ ഒരു ഭാഗമൊക്കെ കംപ്ലീറ്റ് കമ്പനി പെയിൻറ്റ് വരുന്ന വാഹനമാണ്. ബോണറ്റ് കമ്പനി പെയിൻറ്റ് വരുന്ന വാഹനമാണ്. ബമ്പറിൻ്റെ സൈഡൊക്കെ ചെറിയ ചെറിയ ടച്ചിങ് കാര്യങ്ങൾ മാത്രം ചെയ്തിട്ടുള്ളൂ. അതേപോലെ റൂഫും കാര്യങ്ങളൊക്കെ പക്കയാണ് കേട്ടോ. ഈ വാഹനം ഈ ഒരു കണ്ടീഷനിൽ ചെറിയ ചെറിയ മൈനറായിട്ടുള്ള സ്ക്രാച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത്രയും കാലം ഓടിയേണ്ടതായിട്ടുള്ള ചെറിയ ചെറിയ സ്ക്രാച്ചസ് ഉള്ളൂ. അതൊക്കെ ക്ലിയർ ചെയ്തിട്ട് ഫുള്ള് കണ്ടീഷനാക്കിയിട്ട് നമുക്ക് 9,20,000 രൂപയ്ക്ക് നമുക്ക് ഫൈനലായിട്ട് കേരളത്തിൽ നിങ്ങൾ പറയുന്ന ആർ ടി ഓഫീസിക്ക് സെക്കൻഡ് ഓൺഷിപ്പിൽ നമ്പറാക്കി തരാൻ കേട്ടോ. അതല്ല നിങ്ങൾക്ക് പ്രൊജക്ടർ ഹെഡ് ലാമ്പ് അതേപോലെ ഫ്രണ്ട് സ്കേർട്ട് ബാക്ക് സ്കേർട്ട് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണെങ്കിൽ അങ്ങനെ തരാൻ കഴിയും. ഫ്രണ്ട് എഡ്ജ് ഗ്രില്ല് കാര്യങ്ങളൊക്കെ അവിടുന്ന് വന്ന അതേ കണ്ടീഷനാണ്. ഈ ഗ്രില്ലൊക്കെ വേണമെങ്കിൽ നമുക്ക് എടുത്ത് ഒഴിവാക്കിയിട്ട് സാധാ നോർമൽ ഗ്രില്ല് ഇതിൻ്റെ ഒറിജിനൽ ഗ്രില്ല് ഇതിൻ്റെ അകത്ത് തന്നെ ഉണ്ട്. അത് ചെയ്ത് കൊടുക്കാം. ഫ്രണ്ട് എഡ്ജ് ഭാഗങ്ങളിലൊക്കെ ചെറിയ ചെറിയ ടച്ചിങ് കാര്യങ്ങളുണ്ട്. ഈ ഒരു ഭാഗത്തൊക്കെ ചെറുതായിട്ട് ടച്ച് ചെയ്ത് കൊടുക്കാണ്ട്. വേറെ മേജർ സ്ക്രാച്ചസ് കാര്യങ്ങളൊന്നും ഏതൊരു ഭാഗത്തുമില്ല. ഈ ഒരു സൈഡ് ബോഡി കാര്യങ്ങളും നോക്കുകയാണെങ്കിലും അത്യാവശ്യം നല്ല ഹൈ ക്വാളിറ്റി എന്ന് തന്നെ പറയട്ടോ. ഈ ഒരു ഡോറ് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ആക്സിഡൻറ്റ് കാര്യങ്ങളൊന്നും ഈ ഒരു ഭാഗത്ത് ഏതൊരു ഭാഗത്തും നിങ്ങൾക്ക് കാണിച്ചു തരാൻ കഴിയില്ല. കമ്പനി തന്നെ ഫുള്ള് ചെയ്തിട്ടുള്ളത് കേട്ടോ. അതേപോലെ ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിലും അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെ അല്ലേ. ബാക്ക് ടയർ നമ്മൾ പറഞ്ഞു കഴിഞ്ഞൊരു 60-70% ബാക്ക് സൈഡ് ടയർ ഭാഗങ്ങളും വരുന്നുണ്ട്. നമ്മൾ സ്ക്രാച്ചസ് എന്ന് പറയുന്നത് ഈ ഒരു ഭാഗത്ത് ചെറിയൊരു സ്ക്രാച്ച് ഈ ഒരു സൈഡിലുള്ളൂ കേട്ടോ. ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ പക്കയാണ്. ബാക്ക് സൈഡിലേക്ക് വരികയാണെങ്കിലും സ്ക്രാച്ചസ് കാര്യങ്ങളൊന്നുമില്ല. കമ്പനി പെയിൻറ്റ് തന്നെയാണ് വരുന്നത് കേട്ടോ. ഈ ഒരു ഗ്ലാസ് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ആക്സിഡൻറ്റ് കാര്യങ്ങളൊന്നും ഈ ഒരു ഭാഗത്തൊന്നും ഏതൊരു സൈഡിലും നിങ്ങൾക്ക് കാണിച്ചു തരാൻ കഴിയില്ല. ബാക്ക് ബമ്പർ കാര്യങ്ങളൊക്കെ പക്കയാണ്. അതേപോലെ ഈ ഒരു സൈഡിൽ വരുമ്പോൾ ഒരു ടൈലാമ്പ് നമ്മൾ ചേഞ്ച് ചെയ്ത് കൊടുക്കും. ഈ ടൈലാമ്പിൻ്റെ ഈ ഒരു ഭാഗത്ത് ചെറിയൊരു സ്ക്രാച്ച് ഉണ്ട് കേട്ടോ. അതേപോലെ ഈ ഒരു സൈഡ് ബോഡി കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ കമ്പനി ഒറിജിനൽ പെയിൻറ്റ് വരുന്ന വാഹനമാണ്. ഈ ഒരു ഭാഗത്ത് ചെറിയൊരു സ്ക്രാച്ച് കാണിക്കുന്നുണ്ട്. അതേപോലെ ഇതിൻ്റെ ഇൻറ്റീരിയർ ഭാഗത്ത് ഒരുപാട് വർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഡോർ പാഡ് ഭാഗങ്ങളൊക്കെ ഫുള്ള് വർക്ക് ചെയ്താണ്. അതേപോലെ റൂഫും കാര്യങ്ങളൊക്കെ ഒരുപാട് ലൈറ്റും സ്പീക്കേഴ്സും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ വർക്കിംഗ് ആണ് കേട്ടോ. ലൈറ്റും കാര്യങ്ങളൊക്കെ പക്ക വർക്കിംഗ് ആണ്. വാം ലൈറ്റ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഡോർ പാഡിൻ്റെ ഈ ഒരു ഭാഗത്തൊക്കെ വാം ലൈറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഡാഷ്ബോർഡ് കാര്യങ്ങളൊക്കെ പക്ക കണ്ടീഷനാണ്. സീറ്റ് വൈസ് ലെതർ സീറ്റ് കവറാണ് ഇപ്പം ഓൾറെഡി ഉള്ളത്. അതിൻ്റെ ഈ ഒരു ഭാഗത്തൊക്കെ ചെറിയ സ്ക്രാച്ച് ഉണ്ട്. ഇത് വേണമെങ്കിൽ ചേഞ്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഫ്ലോർ മാറ്റ് കാര്യങ്ങൾ നമ്മൾ ചെയ്ത് കൊടുക്കുക. എന്നിട്ടുള്ള കണ്ടീഷനാണ് നമുക്ക് 9,20,000 രൂപ നമുക്ക് ഫൈനൽ വരുന്നത്. ബാക്ക് ഡോറിൻ്റെ ഈ ഒരു ഭാഗത്തും ഓപ്ഷനും കാര്യങ്ങളൊക്കെ വർക്കിംഗ് ആണ്. ഈ ഒരു LCD വർക്കിംഗ് അല്ല കേട്ടോ. ഇത് നമ്മൾ എടുത്ത് ഒഴിവാക്കുന്നതാണ്. സാധനം വർക്കിംഗ് ഉണ്ട്, പക്ക പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നില്ല. അത് നമ്മളെടുത്ത് ഒഴിവാക്കിയിട്ട് സീറ്റ് കവർ എക്സ്ട്രാ നമ്മൾ ചെയ്ത് കൊടുക്കുന്നതാണ് കേട്ടോ. ബാക്ക് ഡോർ പേഡൊക്കെ പക്കയാണ്. അതേപോലെ ഏറ്റവും ബാക്കിലും ഈ ഒരു സൈഡ് ഭാഗങ്ങളൊക്കെ ഫുള്ള് വർക്ക് ചെയ്തതാണ് കേട്ടോ. റൂഫ് കാര്യങ്ങൾ ചെറുതായിട്ട് തൂങ്ങിയിട്ടുണ്ട്. അത് നമ്മൾ രണ്ടാമത് ചെയ്യും കേട്ടോ. രണ്ടാമത് ക്ലിയർ ചെയ്ത് കൊടുക്കും. ഈ ഭാഗത്തൊക്കെ വരുന്ന ലൈറ്റ് കാര്യങ്ങളൊക്കെ ഫുള്ള് വർക്കിംഗ് ആണ്. വാം ലൈറ്റ് ഈ ഭാഗത്തൊക്കെ വരുന്നുണ്ട് കേട്ടോ. അതേപോലെ ഇതിൻ്റെ എൻജിൻ ഭാഗത്തൊക്കെ വരുമ്പോഴേ ഏതൊരു സൈഡ് ഭാഗത്തും നിങ്ങൾക്ക് ആക്സിഡൻറ്റ് കാണിക്കാൻ കഴിയില്ല എന്നല്ലേ ഗ്യാരണ്ടി കൊടുക്കാം. ഇതിൻ്റെ എൻജിൻ വർക്കിംഗ് മെക്കാനിക്കൽ സൈഡൊക്കെ പക്കയാണ് കേട്ടോ. ലീക്കോ കാര്യങ്ങളൊന്നും നിലവിലില്ല. ഈ ഒരു ഭാഗത്ത് ഏതൊരു ഭാഗത്തും നിങ്ങൾക്ക് ആക്സിഡൻറ്റ് ഹിസ്റ്ററി കാര്യങ്ങൾ കാണിക്കാൻ കഴിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഗ്യാരണ്ടി കൊടുക്കാം. മെക്കാനിക്കൽ സൈഡൊക്കെ പക്കയാണ്. എൻജിൻ സൈഡൊക്കെ പക്കയാണ്. പിന്നെ എന്നിട്ടില്ല മേജർ സർവീസ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞാണ് കേട്ടോ. 2024 1,50,000 മേജർ സർവീസ് കഴിഞ്ഞാണ്. ഇതിൻ്റെ മൊത്തത്തിലുള്ള ബോഡി കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ഹൈ ക്വാളിറ്റി എന്ന് തന്നെ പറയാം. സിൽക്കി ഗോൾഡ് കളറിൽ ആവശ്യമുള്ളവർ പെട്ടെന്ന് വിളിച്ചോളി. അപ്പോൾ 2015 മോഡൽ സിംഗിൾ ഓൺഷിപ്പിൽ കിലോമീറ്റർ ഓടിയുള്ളത് 1,76,000 കിലോമീറ്റർ മാത്രം ഓടിയ വാഹനമാണ്. ഫുള്ള് കമ്പനി ഹിസ്റ്ററി അവൈലബിൾ ആണ്. മേജറായിട്ടുള്ള ഒരു ആക്സിഡൻറ്റ് ഹിസ്റ്ററി കാര്യങ്ങളില്ലാതെ തന്നെ നമുക്ക് ഗ്യാരണ്ടി കൊടുക്കാം. മെക്കാനിക്കൽ സൈഡ് നമുക്ക് ഗ്യാരണ്ടി കൊടുക്കട്ടോ. നിങ്ങൾ കൊണ്ടുപോയിട്ട് ചെക്ക് ചെയ്തിട്ട് മേജർ എന്തുണ്ടെങ്കിലും നിങ്ങൾക്ക് റിട്ടേൺ ചെയ്യാനുള്ള ഓപ്ഷൻ നമ്മൾ തരുന്നുണ്ട്. ഈ വാഹനത്തിൽ നമുക്ക് ഫിനാൻസ് കാര്യങ്ങളൊന്നും ചെയ്ത് കൊടുക്കാൻ കഴിയില്ല. ഓൾറെഡി നമുക്ക് NOC എടുക്കാത്തതുകൊണ്ടാണ് കേട്ടോ. നിങ്ങൾ പറയുന്ന ഏത് ആർ ടി ഓഫീസിക്കും ആണെങ്കിലും കേരളത്തിൽ നമ്പറാക്കി തരാൻ കഴിയും കേട്ടോ. ഈ ഒരു കണ്ടീഷനിൽ ചെറിയ ചെറിയ മൈനറായിട്ടുള്ള സ്ക്രാച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ കംപ്ലീറ്റ് ക്ലിയർ ചെയ്തിട്ട്
ചെയ്തിട്ട് അതേപോലെ ഇൻറ്റീരിയർ ഭാഗങ്ങളൊക്കെ പക്ക കണ്ടീഷൻ ആക്കിയിട്ട് നമുക്ക് ഫൈനലായിട്ട് 9,20,000 രൂപയ്ക്ക് ഒരു 1.5 ലക്ഷം റുപ്യ എക്സ്ട്രാ ഫിറ്റിങ്സിലെ വാഹനം കേട്ടോ. 9,20,000 രൂപയ്ക്ക് നമുക്ക് ഈ ഒരു കണ്ടീഷനിൽ കൊടുക്കാൻ കഴിയും. അതല്ലാതെ നിങ്ങൾക്ക് പ്രൊജക്ടർ ഹെഡ് ലാമ്പ് കാര്യങ്ങളൊക്കെ ചെയ്ത് ഫ്രണ്ടും ബാക്കും സ്കാറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്ത് അങ്ങനെ വർക്ക് വേണ്ടവർക്ക് അങ്ങനെ നമുക്ക് ചെയ്ത് കൊടുക്കാൻ കഴിയും. നമ്മുടെ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം നിലമ്പൂർ കൂറ്റമ്പാറ എന്ന സ്ഥലത്താണ്. കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടാൻ മറക്കരുത്.